സമ്മതം. ഓ പിന്നെ ഇപ്പൊ വലിയ പഠിക്കണ ഒരാള് ഇതൊക്കെ മാറ്റി വെച്ചപ്പോ പള്ളി പോയി എന്ത് കിട്ടുന്നൊക്കെ പറയണം. ഇതിലൊക്കെ എന്താ അർത്ഥമുള്ള ചുമ്മാ ബോറിങ്. എല്ലാ കൊല്ലവും ഉള്ളതല്ലേ ഈ നോമ്പും പെസാവ്യാഴൊക്കെ. ഞാനിപ്പോ ചെയ്യുന്നത് തന്നെ ധാരാളം. പോയപ്പാ ക്രിസ്റ്റി, നിനക്ക് ഞാൻ ആരുമല്ലേ? ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? ദൈവമായിരുന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ നിന്നെ രക്ഷിച്ച് നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ, എൻ്റെ സ്നേഹം മുഴുവൻ നിനക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ച ദിവസം. ഒരു ഗോതമ്പപ്പവും വീഞ്ഞുമായി എന്നെ നിനക്കായി മാറ്റിവെച്ച ദിവസം. അതെങ്ങനെയെന്ന് നീ അറിയണം. കൂടെ നടന്ന് ഞാൻ ആരാണെന്ന് വ്യക്തമായി അറിയുന്നത്. സാരമില്ല, നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലാക്കി തരാൻ, നിന്നോട് കൂടെയായിരിക്കുന്ന ഒരപ്പമാകാൻ ഈ സഹനം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഈ വേദനയ്ക്കപ്പുറം നിന്നെ നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന സന്തോഷമായിരുന്നു എനിക്ക്. ഒരിക്കലും നീ വേദനിക്കരുത്, നീ കരയരുത്. അതാണ് എൻ്റെ വേദനയേക്കാൾ ഞാൻ ആഗ്രഹിച്ചത്. തീർന്നില്ല, ഇനിയും നീ അറിയണം ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് എത്തിച്ചേർന്നുവെന്ന്. എൻ്റെ വേദനയിൽ എന്നെയിട്ട് ദൂരെ ഓടി ഒളിക്കുന്നതാണ്. ഇവരുടെ പാദങ്ങൾ ഞാൻ കഴുകി ചുംബിച്ചപ്പോഴും എൻ്റെ ലക്ഷ്യം നീയായിരുന്നു. നിനക്ക് വേണ്ടി ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാനും പാദങ്ങൾ കഴുകാനും ഇനി ഞാൻ തയ്യാറാണ്. കാരണം നീ ഒരിക്കലും ആരുടെ മുമ്പിലും താഴ്ന്നു പോകരുത്. നീ സങ്കടപ്പെടരുത്. നിനക്ക് വേണ്ടി അതെല്ലാം ചെയ്യാൻ ഞാനുണ്ട്. അത്രയധികം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്റ്റി, ഇതിനേക്കാളപ്പുറം നിന്നിലേക്ക് വരാൻ ഒരു മാർഗവും എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ നിനക്ക് മുഴുവനായി എന്നെ ലഭിക്കാൻ വേറെയൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ ശരീരം തന്നെ മുറിക്കാമെന്നും ആ മുറിവിൽ നിന്ന് വരുന്ന എൻ്റെ രക്തം തന്നെ നിനക്ക് തരാമെന്നും ഞാൻ തീരുമാനിച്ചു. ഇനിയും നിനക്ക് മനസ്സിലാവുന്നില്ലേ? വിശ്വസിക്കാനാവുന്നില്ലേ? നീ സ്വീകരിക്കുന്ന ഗോതമ്പപ്പം എൻ്റെ ശരീരമാണെന്നും പാനം ചെയ്യുന്നത് എൻ്റെ രക്തമാണെന്നും എൻ്റെ ജീവൻ തന്നെയാണ് നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയത്. നീ മുറിയപ്പെടാതിരിക്കാൻ, നീ വേദനിക്കാതിരിക്കാൻ നിനക്ക് മുമ്പേ ഞാൻ അത് ഏറ്റെടുത്തു. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരുപാട്. ഇതിൻ്റെ സഹദിനമാണ് ഞാനും നീ ഒന്നായിരിക്കുന്ന ദിവസം. ഒരു കാര്യം കൂടി നീ അറിയണം, ഇതിലേക്കുള്ള എൻ്റെ യാത്ര
ഒരു കല്ലേറ് ദൂരം മാറിയപ്പോൾ എൻ്റെ മുമ്പിൽ വന്നത് ക്രിസ്റ്റി നിന്റെ മുഖമായിരുന്നു. അല്ല, നിന്നെ രക്ഷിക്കാൻ, നിന്റെ കൂടെ ആയിരിക്കാൻ, നിന്നിലേക്ക് എത്തിച്ചേരാൻ, ഇതിനേക്കാൾ വേദന ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ ലക്ഷ്യം നീ മാത്രമാണ്. ഈ സഹനങ്ങൾക്കൊടുവിൽ നിന്നെ സ്വന്തമാക്കാം എന്ന വിശ്വാസം. ഇപ്പോൾ ആരംഭിക്കുകയായി. നീതിയായിട്ടൊന്നും എനിക്കിവിടെ ലഭിച്ചിട്ടില്ല. നിനക്കറിയൂ, യഹൂദരുടെ നിയമം അനുസരിച്ച് ഒരു കുറ്റവാളിയെയും രാത്രി വിചാരണ ചെയ്യാൻ പാടില്ല. യഹൂദർക്ക് നേരിട്ട് മരണശിക്ഷ നൽകുന്നതിനുള്ള അധികാരമില്ല. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട വ്യക്തിയെ ചവിട്ടുകളാൽ അടിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ. ഇതൊന്നും എൻ്റെ കാര്യത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ന്യായമായ എല്ലാതും എനിക്ക് നിഷേധിച്ചപ്പോഴും കുറ്റക്കാരനായി അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും നികൃഷ്ടമായ ന്യായവിധികൾ ഞാൻ ഏറ്റെടുത്തപ്പോഴും എന്തിനെ അവസാനം എൻ്റെ ജീവൻ കൊടുത്തപ്പോഴും ഒരേ ഒരു കാര്യം മാത്രം എന്നെ ശക്തിപ്പെടുത്തി. ഇതെല്ലാം എൻ്റെ ക്രിസ്റ്റിക്ക് വേണ്ടിയാണല്ലോ. നീ ഒരിക്കലും വേദനിക്കരുത്. നിന്നെ രക്ഷിച്ച് നിന്നിലാവാൻ എനിക്ക് സാധിക്കുമല്ലോ എന്ന് മാത്രം. ഇനിയും ഞാൻ നിനക്ക് ആരുമല്ലേ? നിന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സ്ഥാനവുമില്ലേ? അപ്പ ഞാൻ പള്ളിയിൽ പോവാം. കുറച്ച് വൈകും തിരിച്ചു വരാൻ. എന്താ മോൾക്ക് ഇത്ര പെട്ടെന്ന് മതം മാറ്റം? അപ്പനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈശോ എനിക്ക് തന്നു. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഈശോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ പോവാ. ഈശോ സ്നേഹിക്കുന്നത് ക്രിസ്റ്റിയെ മാത്രമല്ല, എന്നെയും നിന്നെയും ഈശോ സ്നേഹിക്കും.
പാദം ചെയ്ത അനിതാ